നമസ്കാരം. മിഥുനം എന്ന സിനിമയിൽ നെടുപിടി വേണു അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതായത് ഇന്നസെൻറ്റും ജഗതിയും മോഹൻലാലും നെടുപിടിയുമുള്ള ഒരു ഫ്രെയിമിൽ നെടുപിടി വേണു ഒരു തേങ്ങയുമായി നിൽക്കുന്ന ഒരു വെളിച്ചപ്പാട് അല്ലെങ്കിൽ ഒരു പൂജാരി എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഒരു പൂജ നടന്നിട്ട് അതിനെ ആവാഹിച്ച് ഒരു തേങ്ങയിലേക്കാക്കി ആ തേങ്ങ പൊട്ടിയാൽ ഉടൻ ഇന്നസെൻറ്റിൻ്റെ തല പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സീനാണ്. അതായത് നെടുപിടി വേണു ഈ തേങ്ങ ഓങ്ങുന്നു, അത് ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ജഗതിയാണ്. ജഗതിക്കാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ജഗതി പറയുന്നത് പൊട്ടിക്ക്. അപ്പം നെടുപിടി വേണു പറയുന്നത് ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞ് തേങ്ങ ഓങ്ങി വരുന്ന ഒരു സീൻ. അതുപോലെയാണ് കോൺഗ്രസിലെ KPCC പ്രസിഡൻറ്റിൻ്റെ കാര്യം. ഒരു 1.5 വർഷമായിട്ട് KPCC പ്രസിഡൻറ്റിനെ ഇന്ന് മാറ്റും, നാളെ മാറ്റും, ഇപ്പോൾ മാറ്റും, മറ്റന്നാൾ മാറ്റും എന്നിങ്ങനെ പറയുകയും ഹൈക്കമാൻഡ് പലപ്പോഴായി ഈ നിലവിലുള്ള കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും KPCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ വട്ടം ചേർന്നിരുന്ന് ആലോചന നടത്തുകയും തിരിച്ച് സുധാകരൻ കേരളത്തിലേക്ക് വരുമ്പോഴേക്കും പത്രമാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുക്കും. അതാ KPCC പ്രസിഡന്റ് മാറാൻ പോകുന്നു, കേരളത്തിൽ പുതിയ KPCC പ്രസിഡന്റ് വരാൻ പോകുന്നു. പല പേരുകളും പല സമയത്തേക്ക് വന്നിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് വരും, അടൂർ പ്രകാശ് വരും, ആന്റണി വരും, അങ്ങനെ പല പേരുകളും പലപ്പോഴായി ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഇന്നോളം ഏകദേശം 1.5 വർഷമായി ഇങ്ങനെ KPCC പ്രസിഡന്റ് എന്ന് മുഴങ്ങി കേൾക്കുന്നതല്ലാതെ ഇന്നോളം ഈ KPCC പ്രസിഡന്റ് സുധാകരനെ മാറ്റിയിട്ടോ പുതിയ ഒരാൾ വന്നിട്ടോ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ KPCC പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റിയാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ തീരുമെന്ന് ആരാണ് പറയുന്നത്? ഒരു കോൺഗ്രസ് പ്രവർത്തകനും അത്തരത്തിലുള്ള ഒരു കാര്യം വിചാരിക്കുന്നില്ല. ഒരു കോൺഗ്രസ് നേതാവും അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. കാരണം KPCC പ്രസിഡന്റ് അല്ല കേരളത്തിലെ പ്രശ്നം. കേരളത്തിലെ പ്രശ്നം കസേരകളിയാണ്. അതായത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള കസേരകളി, മൂപ്പിളമത്തറക്കുമൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിലെ പ്രശ്നം. ആരൊക്കെ നമുക്കറിയാം. ഇപ്പോൾ തന്നെ വേദിയിൽ സീറ്റുകളുടെ എണ്ണം വളരെ ലഘൂകരിച്ചു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പരിപാടി, ഒരു പ്രാദേശിക പരിപാടി വന്നാൽ സ്റ്റേജിലേക്ക് ആൾ ഇരച്ചെത്തുന്നു. അങ്ങനെ സ്റ്റേജ് ഒടിഞ്ഞു വീണ എത്രയോ അവസരങ്ങൾ, കോൺഗ്രസിൻ്റെ പരിപാടിയിൽ സ്റ്റേജ് ഒടിഞ്ഞു വീണ എത്രയോ അവസരങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിനൊരു മാറ്റം വരുത്തിയത് തന്നെ ഏറ്റവും നല്ല കാര്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയിപ്പോൾ കോൺഗ്രസിലെ പരിപാടികൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ സ്റ്റേജിൽ കയറ്റൂ എന്നൊക്കെയാണ് പറയുന്നത്. ആ സ്റ്റേജിൽ കസേരകളിൽ പേരെഴുതി വയ്ക്കും, അങ്ങനെ മാത്രമേ സ്റ്റേജിൽ കയറ്റൂ എന്നാണ് പറയുന്നത്. അതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഈ കസേരകളി തന്നെയാണ്. അതായത് ആരാണ് മൂപ്പ്, ആർക്കാണ് മൂപ്പ്, ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ. നേരത്തെ ഒരു പ്രാവശ്യം ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയമാണെന്ന് തോന്നുന്നു. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പേര് പറയാനായിട്ട്, അതായത് സ്ഥാനാർത്ഥിയുടെ പേര് പബ്ലിഷ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഒരു പ്രസ് മീറ്റിലേക്ക് വന്നപ്പോൾ ആദ്യം VD സതീശൻ മൈക്ക് വലിച്ച് തൻ്റെ അടുത്തേക്ക് വയ്ക്കുന്നു. ഉടനെ കെ സുധാകരൻ പിടിച്ച് അങ്ങോട്ട് വയ്ക്കുന്നു. അവിടെ തർക്കമാണ്. എന്താ ചേട്ടൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ അവസാനം VD സതീശൻ കെ സുധാകരൻ്റെ അടുത്തേക്ക് മൈക്ക് മാറ്റി വയ്ക്കുന്നു. ഇതൊക്കെയാണ് കേരളത്തിലെ പ്രശ്നം. അതൊക്കെ ഒരു ഹൈറാർക്കി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കില്ല എന്നുള്ളതാണ്. ആരാണ് വലിയ ആൾ? KPCC പ്രസിഡൻ്റാണോ, പ്രതിപക്ഷ നേതാവാണോ, അല്ല മറ്റാരെങ്കിലും ആണോ എന്നുള്ള ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഈ ഒരു ബഹളങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റൊന്ന്, ഇപ്പോഴും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രൂപ്പ് നിലനിൽക്കുന്നു. എയും ഐയും ഒയും ABC അങ്ങനെ പല ഗ്രൂപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണ്. പക്ഷേ ഈ KPCC പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റിയിട്ട് അതുപോലെ തലക്കനമുള്ള ഒരു KPCC പ്രസിഡന്റിനെ ഇപ്പോൾ നിലവിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു പേര് പോലും നമുക്ക് എടുത്തുയർത്താൻ പറ്റില്ല എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും ഉചിതനായ നേതാവ് കെ സുധാകരൻ തന്നെയാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും അംഗീകരിക്കപ്പെട്ട ആൾ കെ സുധാകരൻ തന്നെയാണ്. മറ്റു പേരുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. അതിന്ന് K മുരളീധരൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും ഉചിതമായ വാക്യം. അതായത് ഫോട്ടോയിലെങ്കിലും കണ്ടാൽ മറ്റ് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്ന ഒരാളെ പിടിച്ച് KPCC പ്രസിഡന്റ് ആക്കിയേക്കണേ എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളെ, അത് അത്രയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ അനുഭവജ്ഞാനമുള്ള, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പോൾ കോൺഗ്രസ്സിലില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കെ മുരളീധരൻ്റെ ആ പ്രസ്താവന. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ കെ സുധാകരൻ തന്നെയാണ് മുൻതൂക്കം. കെ സുധാകരൻ്റെ അത്രയും ഇപ്പോൾ KPCC പ്രസിഡന്റ് ആക്കാൻ കഴിയുന്ന 1, 2,
3 പേരുകളേ ഉള്ളൂ. അതിലൊന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് കെ മുരളീധരൻ തന്നെയാണ്, പിന്നെ ഒന്ന് VM സുധീരനാണ്. ഇവരാരും ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരെ ആരെയും അങ്ങനെ ക്ഷണിച്ച് കൊണ്ടുവരുന്നില്ല. ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും അറിയാൻ കഴിയാത്ത ചില പേരുകളാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. ഒരു പ്രാവശ്യം MP ആയാലും ഒരു പ്രാവശ്യം MLA ആയാലൊന്നും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. കാരണം ജനങ്ങൾക്കിടയിൽ സമ്മതിയുള്ള, ജനങ്ങൾക്ക് ഒരു ആരാധനാ മനോഭാവമുള്ള ഒരു നേതാവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ കോൺഗ്രസിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ശക്തമായി മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിയൂ. മറ്റൊന്ന്, ഈ കോൺഗ്രസിലെ കസേരകളി അവസാനിപ്പിക്കണം. അല്ലാതെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റിനെ മാറ്റിയത് കൊണ്ടൊന്നും കേരളത്തിലെ പ്രശ്നം ഒരു കാലത്തും തീരാൻ പോകുന്നില്ല എന്ന് നിസ്സംശയം പറയാം. അതിന് ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സംശയവുമില്ല കെ സുധാകരൻ്റെ അത്രയും തലക്കനമുള്ള ഒരു നേതാവ് ഇനി വളർന്നു വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പറയുന്ന പേരുകൾക്കൊന്നും അത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പല പേരുകളുമുണ്ട്, അതിനൊന്നും ഇത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇനി KPCC പ്രസിഡന്റിനെ എന്നാണ് മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അറിയത്തില്ല. അതായത് അടുത്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മാറ്റും. 9-ാം തീയതിയാണ് അതിൻ്റെ വിജ്ഞാപനം വരുന്നത്, അതിന് മുമ്പ് മാറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ശൂന്യാകാശത്ത് കളിക്കുന്ന പല പേരുകളുമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ പല പേരുകളിൽ തട്ടി നിൽക്കുകയാണ്. പല പേരുകളിലും വരുമ്പോൾ സമവാക്യങ്ങൾ ശരിയാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ പേരുകൾക്ക് പിന്നെയും മാറ്റി വലിച്ചു കയറി വീണ്ടും ഒട്ടിച്ച് ചേർത്ത് അങ്ങനെ വീണ്ടും ഈ KPCC പ്രസിഡന്റ് എന്നത് ആ ഒരു പേര് ഒരു പ്രഹേളികയായി, അല്ലെങ്കിൽ ആ സ്ഥാനം ഒരു പ്രഹേളികയായി മാറ്റാനാണ് ഇപ്പോഴും കോൺഗ്രസ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തന്നെയാണ് അഭികാമ്യനായ ആൾ എന്നതിൽ യാതൊരു സംശയവുമില്ല.